നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. കർണാടകയിലെ കള്ളവോട്ട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ്. രാഹുൽ കാണിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയ രേഖയല്ലെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെളിവ് ഹാജരാക്കിയാൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷൻ. ക്രമക്കേടിനെതിരെ സമൂഹ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച്. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം. മരിച്ചത് ആംബുലൻസിലെ രോഗിയും കാറിലെ യാത്രക്കാരിയും. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു. തിരുവനന്തപുരത്ത് കാർ ഓടിച്ചു പഠിക്കുന്നതിനിടെ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. വഴിയാത്രക്കാരടക്കം 5 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന് കാരണം ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയത്. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് പിടി വീഴുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്താൻ വാട്സാപ്പ് സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. താമരശ്ശേരി ചുരത്തിലൂടെ അപകട യാത്ര. യാത്രക്കാരൻ കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ലെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും വിമർശനം. ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ലെന്നും രാജ്നാഥ് സിംഗ്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സാധ്യത തേടി ബെവ്കോ. ശുപാർശ സർക്കാരിന് സമർപ്പിച്ചു. താൽപര്യം പ്രകടിപ്പിച്ച് സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് മന്ത്രി എം ബി രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങി ബെവ്കോ. ഇത് സംബന്ധിച്ച് ബെവ്കോ MD സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ബെവറേജസ് കോർപ്പറേഷന്റെ ശുപാർശ. ഇതിനായി മൊബൈൽ ആപ്പ് നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയോട് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾക്ക് 23 വയസ്സ് കഴിഞ്ഞിരിക്കണം. മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖ വാങ്ങി അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മദ്യം നൽകുക. ഒരു തവണ 3 ലിറ്റർ മദ്യം വരെ ഓർഡർ ചെയ്യാം. മദ്യം ഓർഡർ ചെയ്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ഒഴിവാക്കാൻ മദ്യം വാങ്ങുന്നതിന് പരിധി നിശ്ചയിക്കും. കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കും. മദ്യവിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിതരണ കമ്പനിക്കായിരിക്കുമെന്നും ബെവ്കോ അറിയിച്ചു. ടൂറിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ മദ്യവിൽപ്പന കൂട്ടണമെന്ന നിലപാടിലാണ് ബെവ്കോ. 3 വർഷം മുൻപും സർക്കാരിനോട് ബെവ്കോ ഇക്കാര്യത്തിൽ അനുമതി തേടിയിരുന്നു. എന്നാൽ അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കോവിഡ് കാലത്ത് മദ്യം ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരക്കൊഴിവാക്കാൻ ആപ്പിലൂടെയായിരുന്നു ബുക്കിംഗ്. ഇതിനുശേഷം വാതിൽപ്പടി മദ്യവിതരണം ആലോചിച്ചെങ്കിലും ചർച്ചകൾ മുന്നോട്ടു പോയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബെവ്കോയുടെ ആവശ്യം പൂർണ്ണമായും തള്ളി മന്ത്രി എം ബി രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് മന്ത്രി നിലപാട് വ്യക്തമാക്കി. അംഗീകരിച്ച മദ്യനയത്തിൽ നിന്നേ തീരുമാനമെടുക്കൂ. നികുതി ഘടന തീരുമാനിച്ചാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം 4 വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും. ഓൺലൈൻ മദ്യവിൽപ്പനയിലൂടെ മികച്ച വരുമാനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മദ്യവും മയക്കുമരുന്നും വിപത്താണ്. തെറ്റായ സന്ദേശമാണ് ഇത് നൽകുന്നത്. സർക്കാർ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടതാണ് മയക്കുമരുന്നിൻ്റെതായിട്ടുള്ള പോരാട്ടം. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ വിപത്ത്. മദ്യവും വിപത്താണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന വിപത്ത് കൂടിയ വിപത്താണ്. അപ്പോൾ സുലഭമായി ഇത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കിട്ടണമെന്നുള്ള ഒറ്റ ചിന്തയാണുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല.
മയക്കുമരുന്നിനെതിരായിട്ടുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യ സഖ്യം. ക്രമക്കേടിനെതിരെ സമൂഹമാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് അവതരിപ്പിച്ചു. എംപിമാരെ പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതിനിടെ കർണാടകയിലെ കള്ളവോട്ട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ്. രാഹുൽ കാണിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയ രേഖയല്ലെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെളിവ് ഹാജരാക്കിയാൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക തട്ടിപ്പ് ആരോപണത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. വോട്ട് കവർച്ചയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടും ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടും പൊതുജനങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ പങ്കുവയ്ക്കാനാകുമെന്നും കോൺഗ്രസ് പറയുന്നു. വോട്ട് കവർച്ച സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ വീഡിയോയും വെബ്സൈറ്റിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് ചോർച്ചാ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയമുയർത്തി രാഷ്ട്രീയ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് തിങ്കളാഴ്ച ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ പ്രതിഷേധ മാർച്ച് നടത്തും. മാർച്ചിന് ശേഷം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച നടത്തി. ഈ മാസം 16 മുതൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ബീഹാറിലെ 100 നിയമസഭാ സീറ്റുകളിലേക്കുള്ള യാത്രയ്ക്കും തുടക്കം കുറിക്കും. സെപ്റ്റംബർ 1 പാറ്റ്നയിൽ നടക്കുന്ന മഹാറാലിയിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള കക്ഷികൾ പങ്കുചേരുമെന്നാണ് സൂചന. അതേസമയം രാഹുൽ അപക്വമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അരാജകത്വം പടർത്താനാണ് ശ്രമിക്കുന്നതെന്ന് BJP പറഞ്ഞു. അതിനിടെ കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിയമവകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. തിങ്കളാഴ്ച കർണാടക നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിൽ ഈ വിഷയം സജീവമായി ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് ഡെസ്ക് അമൃത TV. ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രിയായ ആളല്ല നരേന്ദ്രമോദിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തൃശൂരിൽ വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ വ്യാപക ഓഡിറ്റിംഗ് നടത്തും. സംസ്ഥാനത്തും വോട്ടിംഗ് സംബന്ധിച്ച് വ്യാപകമായ പരിശോധന നടത്താൻ തീരുമാനിച്ചു. കോൺഗ്രസ് ഇതൊരു മൂവ്മെന്റ് ആക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം 2024 ഇലക്ഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ഇലക്ഷനായിരുന്നു. ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രിയായ ആളല്ല ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങേ തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന ആംബുലൻസിൽ എതിർദിശയിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി 89 വയസ്സുള്ള കുഞ്ഞിരാമൻ, കാർ യാത്രിക കൂനംമൂച്ചി സ്വദേശി പുഷ്പ എന്നിവരാണ് മരണപ്പെട്ടത്. പുഷ്പയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്ന ഭർത്താവ് ആൻഡോ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. എറണാകുളത്തെ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുഞ്ഞിരാമനെ ഡിസ്ചാർജ് ചെയ്ത് കുന്നംകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുവരവെയാണ് ആംബുലൻസ് അപകടത്തിൽപ്പെടുന്നത്. റോങ് സൈഡ് കയറി വന്ന കാറ് ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കാറിലെ ഡീസൽ ടാങ്ക് തകർന്ന ഡീസൽ റോഡിൽ പരന്നു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു. സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. അമൃത ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം 5 പേർക്ക് ഗുരുതര പരിക്ക്. 5 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചു പഠിക്കുന്നതിനിടെയാണ് അപകടം. വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളില്ലെന്ന് എൻഫോഴ്സ്മെന്റ് RTO പറഞ്ഞു. ഡ്രൈവർമാർക്കും 2 കാൽനട യാത്രക്കാർക്കുമാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചു പഠിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണെന്നാണ് നിഗമനം. കാർ ഓടിച്ചിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. അമിത വേഗതയിൽ തന്നെയാണ് വന്നത്. കാര്യം ഇത്രയും കമ്പി ഇടിച്ച് എയർ ബാഗും പൊത്തുപോയ വണ്ടിയാണ്. ഈ സൈഡിൽ നിന്ന് പാസഞ്ചർ വണ്ടി കയറാൻ വന്നപ്പോഴത്തേക്ക് സംസാരിച്ചു. കയറാൻ ചോദിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ വണ്ടി കണ്ണട ചെറുക്കുമ്പോൾ വണ്ടി ഇടിച്ച് 3 പേരെയും കൊണ്ടങ്ങ് പോയി. പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന് സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയിട്ടില്ലെന്നും വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെയും ലൈസൻസ് റദ്ദാക്കുമെന്നും എൻഫോഴ്സ്മെന്റ് RTO അജിത് കുമാർ പറഞ്ഞു. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പ്രാഥമിക നിഗമനത്തിൽ
അങ്ങനെ ഒരു വാഹനത്തിന് മറ്റ് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല. പരിശീലനം നൽകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ലെന്നും 2019 ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തിനാണ് പരിശീലനമെന്ന് മനസ്സിലാകുന്നില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ SH നാഗരാജു വ്യക്തമാക്കി. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. 2019 ലൈസൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് രേഖ. പക്ഷേ 2019 ലൈസൻസ് ഉള്ള ആൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണ് അത് മനസ്സിലാവുന്നില്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. RTO MVIമാരും അവിടെ എത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലാ ചേർപ്പുങ്കലിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചേർപ്പുങ്കൽ സ്വദേശിനി ലില്ലി, കുടുംബാംഗങ്ങളായ അയർക്കുന്നം, ചെറുവാണ്ടൂർ സ്വദേശികളായ മരിയ, അനീന, ജോസഫ്, ചിന്നമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി ചേർപ്പുങ്കൽ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിക്കുകയും ആ കാർ നിയന്ത്രണം വിട്ട് മതിലിടിക്കുകയുമായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലൂടെ കാറിന്റെ ഡോറിലിരുന്ന അപകടയാത്ര. പിന്നിൽ സഞ്ചരിച്ച യാത്രക്കാരനാണ് ഫോണിൽ ചിത്രീകരിച്ചത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറാണ് അപകടയാത്ര നടത്തിയത്. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് പിടിവീഴുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കാനുള്ള സംവിധാനം നടപ്പാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാരണമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. കൊച്ചി നഗരത്തിലെ മത്സരയോട്ടം ഒട്ടേറെ അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം മരണപ്പെട്ടത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത മനുഷ്യജീവനുകൾ അപകടത്തിലാക്കുന്നത് തുടർക്കഥയായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം ദൃശ്യങ്ങൾ സഹിതം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാൻ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളിലും ഔദ്യോഗിക വാട്സപ്പ് നമ്പർ പതിക്കും. 9188961207 എന്നതാണ് നമ്പർ. വാതിൽ തുറന്നുവെച്ചുള്ള സർവീസ്, മത്സരയോട്ടം, ഫോണിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, യാത്രക്കാരോട് ജീവനക്കാരുടെ മോശം പെരുമാറ്റം ഉൾപ്പെടെ ഏത് നിയമലംഘനത്തിന്റെയും വീഡിയോയോ ഫോട്ടോയോ പകർത്തി വാട്സപ്പ് ചെയ്താൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. ഇതോടെ നിയമലംഘനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, കൊച്ചി. രണ്ടാനച്ഛൻ പൊള്ളലേൽപ്പിച്ച 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്തെ ബന്ധുവീട്ടിലെത്തി നേരിൽ കണ്ടു. ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും കുട്ടിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യും. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചു വെറുപ്പിക്കില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് കുട്ടിയുടെ രണ്ടാനച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CPI കോട്ടയം ജില്ലാ സെക്രട്ടറിയായി VK സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. നിലവിൽ AITUC ജില്ലാ സെക്രട്ടറിയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമാണ്. പ്രശാന്ത് ജോസഫ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, CPIയുടെ ജില്ലാ സെക്രട്ടറിയായി VK സന്തോഷ് കുമാർ വരികയാണ്. വിശദാംശങ്ങൾ. അഖില, വൈകിട്ട് നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ സമാപ്തിയിലാണ് ജില്ലാ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തത്. വിഭാഗീയതകളൊന്നുമില്ലാത്ത ഒരു സമ്മേളനമായിരുന്നു. കാര്യമായ തർക്കങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ ഈ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. ദീർഘകാലമായി ജില്ലാ കൗൺസിൽ അംഗവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ. അതോടൊപ്പം തന്നെ AITUCയുടെ ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കോട്ടയം പൂഞ്ഞാർ സ്വദേശിയാണ് ഈ സന്തോഷ് കുമാർ. ദീർഘകാലമായി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ്. ഏതായാലും ഇത്തവണ ഈ സമ്മേളനത്തിന് സമാപിക്കുമ്പോൾ ഏറെ ആശ്വാസകരമായ ഒരു സാഹചര്യം ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിലോ അല്ലെങ്കിൽ ജില്ലാ കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലോ തെരഞ്ഞെടുപ്പ് അടക്കമോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പിലൂടെയാണ് VB ബിനു എന്നയാൾ സെക്രട്ടറിയായി വന്നത്. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഈ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പുകളോ തർക്കങ്ങളോ ഇല്ലാതെ തന്നെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കേരള കോൺഗ്രസിനെതിരെ വലിയ വിമർശനം ഈ സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. കേരള കോൺഗ്രസ് വലിയ ശക്തിയുള്ള ഒരു പാർട്ടി അല്ല എന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം കേരള കോൺഗ്രസിന് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അടക്കമുള്ള വിമർശനം ഉയർന്നിരുന്നു. CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISFനെതിരെ വിമർശനം ഉയർന്നിരുന്നു. വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തിനെതിരെ ഈ കാര്യക്ഷമമല്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. അതേസമയം AIYF യുവജന സംഘടനയായ AIYF ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രവർത്തനങ്ങളിൽ AIYFനെ പങ്കെടുപ്പിക്കുന്നില്ല,
AIVFന്റെ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ല. ജില്ലാ സെക്രട്ടറി അടക്കം സമ്മേളനത്തിൽ AIVFന്റെ പരിപാടികളിൽ കാര്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. ഒപ്പം പണ പിരിവിന് മാത്രമുള്ള ഒരു പാർട്ടിയായി മാറുന്നു. അത്തരം ചില വിമർശനങ്ങളൊക്കെ ഉയർന്നെങ്കിലും പൊതുവെ വലിയ തർക്കങ്ങളോ വിവാദങ്ങളോ ഉയരാത്ത ഒരു ജില്ലാ സമ്മേളനമാണ്. ഒടുവിൽ ജില്ലാ കൗൺസിലിനെയും ജില്ലാ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്ത് സമാധാനപരമായി ഈ ഒരു പര്യവസാനത്തിലേക്കാണ് ജില്ലാ സമ്മേളനം എത്തുന്നത്. കോട്ടയം ജില്ലാ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ജില്ലാ സെക്രട്ടറിയായി VK സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയ് ബാബുവിന് മറുപടിയുമായി സാൻഡ്ര തോമസ്. വിജയ് ബാബുവിന്റെ പ്രതികരണത്തെ ഒരു തമാശയായി മാത്രം കാണണമെന്നും ഫ്രൈഡേ ഫിലിം ഹൗസിൽ തനിക്ക് അവകാശവാദങ്ങളില്ലെന്നും സാൻഡ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. അസോസിയേഷന്റെ സ്ഥിരം അംഗമായി തനിക്ക് മത്സരിക്കാമെന്നും സാൻഡ്ര പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ ഭീഷണിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ പുരോഗതി ചിലർക്ക് ദഹിക്കുന്നില്ലെന്നും ഇന്ത്യ വൻ ശക്തിയാകുന്നതിനെ ആർക്കും തടയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് വില കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്നും അത് ഓപ്പറേഷന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് മാത്രമാണ് ഇന്ത്യക്ക് ഈ നിലയിലെത്താൻ സാധിച്ചത്. മുമ്പ് വിമാനങ്ങളായാലും ആയുധങ്ങളായാലും മിക്കവാറും എല്ലാം വിദേശത്താണ് നിർമ്മിച്ചിരുന്നത്. ആവശ്യം വരുമ്പോഴെല്ലാം ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവ വാങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇവയിൽ മിക്കതും നിർമ്മിക്കുക മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ബംഗളൂരുവിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് ബലഗാവിയിലേക്കും അമൃത്സറിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണവദേവി കത്രയിലേക്കും നാഗ്പൂരിൽ നിന്ന് പൂനെയിലേക്കുമുള്ള ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈനും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RV റോഡിൽ നിന്ന് ബൊമ്മസന്ദ്രയിലേക്കുള്ള നമ്മ മെട്രോയുടെ യെല്ലോ ലൈൻ യാഥാർത്ഥ്യമാകുന്നത്. 19.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി ബംഗളൂരുവിന്റെ ടെക് ഇടനാഴിയിലെ യാത്രാമാർഗത്തെ പരിവർത്തനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലിയതുറ പോലീസ് സതീഷിനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സതീഷിന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊലപാതക കുറ്റത്തിന് തെളിവില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ അതുല്യയുടെ കുടുംബം കോടതിയെ സമീപിക്കും. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. വലിയതുറ പോലീസ് നിലവിൽ അന്വേഷണ ചുമതലയുള്ള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സതീഷിനെ കൈമാറി. ദുബായ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുല്യയുടേത് തൂങ്ങിമരണമാണെന്നും ദുബായ് പോലീസിന്റെ അന്വേഷണത്തിൽ സതീഷ് കുറ്റക്കാരനല്ലെന്നും പറയുന്നുണ്ട്. അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ സതീഷിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തേനെയെന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പോലീസ് എടുത്തിരിക്കുന്നത് കൊലക്കുറ്റമാണ്. പക്ഷേ നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റിൽ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഹാജരാക്കി അതുകൂടി കോടതി പരിഗണിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ഇപ്പോൾ ആവശ്യമില്ല എന്ന് കണ്ട് അദ്ദേഹത്തിന് താൽക്കാലികമായി ജാമ്യം അനുവദിച്ചത്. സതീഷിന് പരമാവധി ശിക്ഷ കിട്ടണമെന്നും ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അതുല്യയുടെ കുടുംബം വ്യക്തമാക്കി. അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്തത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം. ഇടക്കാല ഉത്തരവ് വന്ന 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീകൾ സിനിമാ സംഘടനകളുടെ നേതൃനിരയിലേക്ക് വരുന്നത് നല്ലതാണെന്ന് മന്ത്രി സജി ചെറിയാൻ. ശ്വേത മേനോൻ മികച്ച നടിയാണ്, വളരെ കരുത്തുറ്റ സ്ത്രീയാണ്. അവർക്കെതിരെ നൽകിയ കേസ് നിലനിൽക്കില്ല. സിനിമാ സംഘടനയിലെ പ്രശ്നങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. ചലച്ചിത്ര നയം വരുമ്പോൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മികച്ച ഒരു നടിയാണ് അവർ. മലയാള സിനിമയ്ക്ക് നല്ല തരത്തിലുള്ള സംഭാവന അഭിനയത്തിലൂടെ നൽകിയൊരു മാന്യ വ്യക്തിത്വമാണ്. ഒരു ബോൾഡായ സ്ത്രീയാണ്. അവര് ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്വഭാവമുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
സമ്പത്തിന് വേണ്ടി ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമെന്ന് സമൂഹം വിശ്വസിക്കുന്നു. ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. വളരെ ബോൾഡായിട്ടുള്ള ധൈര്യമതിയായ ഒരു സ്ത്രീ, കേരളത്തിലെ സ്ത്രീകൾക്ക് ധൈര്യം പകരാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവര് നോമിനേഷൻ കൊടുത്തു. അവരെ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടായിരിക്കാം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനോടൊരു കാരണവശാലും അവര്. കോഴിക്കോട് തെരുവുനായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. വളയത്തും വാണിമേലിലുമാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. വളയത്ത് ചുഴലി മാനിച്ചേരി ഭാഗത്താണ് തെരുവുനായ 3 പേരെ കടിച്ചത്. കണാരൻ, കിഷോർ കുമാർ, രാജൻ എന്നിവരെയാണ് നായ ആക്രമിച്ചത്. അതേസമയം ഇന്ന് രാവിലെ വാണിമേൽ തെരുവിൽ നായയുടെ ആക്രമണത്തിൽ KCB ജീവനക്കാരൻ, പത്രം വിതരണക്കാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. വാണിമേലിലെ അതേ നായ തന്നെയാണ് വളയത്തും ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റു മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് വെച്ച് നൽകുന്നത്. മിഥുന്റെ വീട് എന്റെയും എന്ന പേരിൽ നടത്തുന്ന ഭവന നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മിഥുന്റെ പഴയ വീട് നിന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ വീട് പണിയുന്നത്. 20 ലക്ഷം രൂപ ചെലവിൽ 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ തിരക്കിനിടെയാണ്. ഞങ്ങളൊരു 4 മാസക്കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3 കിടപ്പുമുറികൾ, 2 ശുചിമുറികൾ, ലിവിംഗ് റൂം, അടുക്കള, ഡൈനിങ് ഏരിയ, സിറ്റ് ഔട്ട്, സ്റ്റെയർ കേസ് എന്നിവ വീടിന്റെ ഭാഗമായി ഉണ്ടാകും. 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. വീടിന് പുറമെ മിഥുന്റെ കുടുംബത്തിന് സർക്കാർ വിവിധ ധനസഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥുന്റെ അനുജന്റെ വിദ്യാഭ്യാസ ചെലവുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും വഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ചടങ്ങിൽ MLA-മാരായ കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് SIAS, കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ NK തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം. ട്രെയിൻ യാത്രയ്ക്കിടെ വീട്ടമ്മയെ പുറത്തേക്ക് തള്ളിയിടുകയും ബാഗും മൊബൈൽ ഫോണും മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പിടിയിലായത്. റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടപ്പോൾ തൃശൂർ സ്വദേശി അമ്മിണിയുടെ ബാഗ് ഒരാൾ മോഷ്ടിക്കുന്നത്. ശുചിമുറിയിൽ പോകുന്നതിനിടെ ട്രെയിനിലെ വാതിലിന് സമീപത്ത് നിന്ന് വീട്ടമ്മയെ മോഷ്ടാവ് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ശേഷം 8500 രൂപ അടങ്ങിയ ബാഗും മൊബൈൽ ഫോണും മോഷ്ടാവ് എടുത്തു കടന്നു. തലയ്ക്ക് പരിക്കേറ്റ വീട്ടമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം ചാലയിലെ നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. വലിയ ദുരന്തം ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇത് ആളൊഴിഞ്ഞ് വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമല്ല. ആൾപ്പെരുമാറ്റമില്ലാതെ കാട് കയറിക്കിടന്ന് ആൽമരം മുളച്ചതുമല്ല. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ചാലയിലെ നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സ് ആണ്. നൂറുകണക്കിന് പേരാണ് ഓരോ ദിവസവും ഈ കോംപ്ലക്സ് പരിസരത്തെത്തുന്നത്. 1983 അന്നത്തെ കേരള ഗവർണർ P. രാമചന്ദ്രനാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. 42 വർഷങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ശോചനീയാവസ്ഥയ്ക്ക് കാരണം. 3 നില കെട്ടിടമാണ്. അതിൽ താഴത്തെ നിലയിലെ കടമുറികൾ മാത്രമാണ് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്. മുകളിലെ 2 നിലകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. വിണ്ടടർന്ന ചുമരുകളുടെയും കോൺക്രീറ്റ് അടർന്നു വീണ മേൽക്കൂരകളുടെയും ഇടയിലാണ് അനേകം മനുഷ്യർ ഉപജീവനത്തിനായി കച്ചവടം നടത്തുന്നത്. ലാഭത്തിന് പച്ചക്കറികൾ വാങ്ങാൻ സാധാരണക്കാരാണ് ചാല മാർക്കറ്റിലെത്തുന്നത്. ഇവരുടെ എല്ലാം ജീവന് സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഇളകി വീഴാറായി ഇരിക്കുന്നതും തുരുമ്പെടുത്ത കമ്പികളും കാണാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചിട്ട് അധിക നാളുകളായിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള മാർക്കറ്റ് കോംപ്ലക്സിന് മുന്നിലാണ്. ആൽമരങ്ങൾ മുളച്ച ചുമരുകളും വിണ്ടടർന്ന മച്ചുകളും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അധികൃതരുടെ ഈ അനാസ്ഥ വലിയ ആപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും മുമ്പ് കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കോൺഗ്രസ് പാർട്ടിയുടെ തുടർച്ചയായ തോൽവി പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അണികളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നാടകങ്ങളുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. വരും ദിവസങ്ങളിൽ രാഹുലിന്റെ കള്ളങ്ങൾ പൊളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിലുള്ള ബുദ്ധിമുട്ടും അവരുടെ പ്രവർത്തകരിലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധി എല്ലാ 4-5 ദിവസം ഓരോരോ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇതിൽ സത്യം എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷന് ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതും പൊളിയും. രാഹുൽ ഗാന്ധിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ടാൽ മനസ്സിലാക്കണം, ഇതിപ്പോൾ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല, ഇപ്പോൾ തുടങ്ങിയ ഒരു രീതിയൊന്നുമല്ല. 10-11 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞ പോലെ 4-5 ദിവസം ഒരു പുതിയ വാർത്ത, ഒരു പുതിയ ആരോപണം, എന്നിട്ട് ഒരു പ്രെഡിക്റ്റബിളി ഞാൻ പറഞ്ഞുതരാം, 7 ദിവസം കഴിഞ്ഞിട്ട് അത് പൊളിയും, അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ വാർത്തയായിരിക്കും. ബാംസുരി എം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 4ാമത് രാമായണശ്രീ പുരസ്കാരം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കറിന് നൽകി ആദരിച്ചു. തൃശൂർ പൂങ്കുന്നം രാമകൃഷ്ണ മഠത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ പുരസ്കാര സമർപ്പണം നടത്തി. 10,001 രൂപയും ഫലകവും കീർത്തിപത്രവും മംഗളപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് ഡോക്ടർ ലക്ഷ്മി ശങ്കറിന് ലഭിച്ചത്. ചടങ്ങിന് തുടക്കം കുറിച്ച് ശരണ്യ ശ്രീദാസും തിരുവമ്പാടി വിനോദും ചേർന്ന് സോപാന സംഗീതം അവതരിപ്പിച്ചു. ബാംസുരിയുടെ പ്രഥമ രാമായണശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ മുരളി പുറനാട്ടുകര, ബാംസുരി എം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഷീല നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ നളിനി നീലകണ്ഠൻ സ്വാഗതവും സുരേഷ് തിരുവനന്തപുരം ആമുഖ പ്രസംഗവും നടത്തി. ദിനേശ് പെരുവനം നന്ദി പ്രകാശനം നടത്തി. ബാംസുരി സംഘാടക അംഗങ്ങളായ ഹരിശൻ, സന്ധ്യ ദിനേശ്, ശൈലജ, രാജേശ്വരി മൂർത്തി, ഹരികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസാരിക്കേണ്ടി വരിക എന്നത് ജീവിതത്തിലെ ഏറ്റവും അപൂർവമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ സാന്നിധ്യത്തിൽ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ പുരസ്കാരം, ഏറ്റവും മഹത്തരമായ ഈ പുരസ്കാരം ആദരവോടുകൂടി സ്വീകരിക്കുക മാത്രം ചെയ്യും. ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവനയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ആളാണ് ബിഷപ്പ് പാംബ്ലാനി. എന്നിട്ടും അതിനോട് സഹിഷ്ണുതയോടെയാണ് ബി.ജെ.പി. പ്രതികരിച്ചത്. ബി.ജെ.പിയുടെ ഇടപെടലിനെ അഭിനന്ദിച്ചതിനാണ് ഡിവൈഎഫ്ഐ ബിഷപ്പിനെ കടന്നാക്രമിക്കുന്നത്. ഇത് തുടർന്നാൽ ബി.ജെ.പി. കൈകെട്ടി നോക്കി നിൽക്കില്ല. പിതാക്കന്മാരെ കുഴലൂത്തുകാരെന്നാണ് ഡിവൈഎഫ്ഐ വിളിച്ചത്. ഡിവൈഎഫ്ഐക്ക് പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഡിവൈഎഫ്ഐ അവർ വിലക്കെടുത്തുവെന്നും ഷോൺ കോട്ടയത്ത് പറഞ്ഞു. അഭിവന്ധ്യ തലശ്ശേരി അതിരൂപത മെത്രാൻ മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പരാമർശത്തെ ഭാരതീയ ജനതാ പാർട്ടി വളരെ ഗൗരവമായി കാണുകയാണ്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി. കെ.എസ്.ഇ.ബി. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് കാണിച്ച് പരാതി നൽകിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് ശേഷം മന്ത്രിയെ മണ്ഡലത്തിൽ കണ്ടിട്ടേയില്ലെന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല എന്നും പ്രതിഷേധ സൂചകമായി നൽകിയ പരാതിയിൽ ഗോകുൽ പറയുന്നു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് ശേഷം സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് KSU നേതാവിന്റെ ആവശ്യം. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇമെയിൽ മുഖേന ഗോകുൽ പരാതി നൽകിയിട്ടുള്ളത്. എവിടെയാണ് എന്നുള്ള ഒരു കൃത്യമായ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ബന്ധപ്പെട്ടത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ വ്യാജ മനുഷ്യക്കടത്ത് ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിനുശേഷം ഇദ്ദേഹത്തെ ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കാണാനില്ലാത്തൊരവസ്ഥയാണ്. പ്രതിഷേധ സൂചകമായി നൽകിയ പരാതിക്കൊപ്പം സുരേഷ് ഗോപിക്കെതിരെ ക്യാമ്പയിന് തുടക്കമിടാനും KSU തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം പരാതി നൽകിയതിനെ തുടർന്ന് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഓഫീസിൽ സുരക്ഷയ്ക്കായി പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനാണ് CPM-ന്റെയും കോൺഗ്രസിന്റെ നേതൃത്വവും ശ്രമിക്കുന്നതെന്ന് MT രമേശ്. LDF UDF നേതാക്കൾ തൃശൂരിലെ വോട്ടർമാരെ വെല്ലുവിളിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഞെട്ടലിൽ നിന്നും CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഇതുവരെ മോചിതരായിട്ടില്ല എന്നും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ പോകുന്നത് രോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഞങ്ങളും തിരിച്ചു പറയും.
അതൊക്കെ എല്ലാം അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട. നിങ്ങൾ തോറ്റുപോയി, തൃശ്ശൂർ നിങ്ങൾ തോറ്റുപോയി. ഇനി വീണ്ടും ജയിക്കാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനിയും ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല. കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ BJPയോടൊപ്പമാണ്, സുരേഷ് ഗോപിയോടൊപ്പമാണ്. വനം വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പീരുമേട് MLA വാഴൂർ സോമൻ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ വനം വകുപ്പാണ്. മന്ത്രിയെയും സർക്കാരിനെയും നിയമസഭയും തെറ്റിദ്ധരിപ്പിക്കുന്ന IFS ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ജില്ലയിലെ ഈ പ്രശ്നം അതിരൂക്ഷമായ പ്രശ്നമാണ്. ഇതിന് പരിഹാരം കണ്ടേ തീരൂ. ഗതികെട്ടു കഴിഞ്ഞു. ശക്തിയായി പ്രതികരിക്കാതെ നിവൃത്തിയില്ല എന്ന് വന്നതുകൊണ്ടാണ് പരസ്യമായി ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുവാൻ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പനങ്കാവ് മാതാമൃതാന്തമയി മഠത്തിൽ ശ്രീരാമാർപ്പണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം, ധ്യാനം, അർച്ചന, രാമായണ സന്ദേശം, ശ്രീരാമകീർത്തനം തുടങ്ങിയ പരിപാടികളോടെ ആഘോഷിച്ചു. ബ്രഹ്മചാരിണി മിനിയുടെ കാർമ്മികത്വത്തിൽ മഹാധന്വന്തിരി ഹോമവും നടന്നു. ഉച്ചയ്ക്ക് അമൃതഭോജനത്തോടെ സമാപിച്ച പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തിയ സംഘത്തെ കൊല്ലം സിറ്റി സൈബർ പോലീസ് പിടികൂടി. ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ 1,75,00,000-ലധികം രൂപ തട്ടിയെടുത്ത കണ്ണൂർ സ്വദേശികളും ജോലി വാഗ്ദാനം നൽകി പണം തട്ടിച്ച ഷൊർണൂർ സ്വദേശിയുമാണ് പിടിയിലായത്. നിരവധി പേരാണ് ഇവരുടെ കെണിയിൽ വീണ് തട്ടിപ്പിന് ഇരയായത്. ഷെയർ ട്രേഡിംഗ് നടത്തിയാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വൻ ലാഭമുണ്ടാക്കാമെന്നും അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകാമെന്നും വിശ്വസിപ്പിച്ചാണ് കണ്ണൂർ സ്വദേശികളായ റയീസും നാസീമും തട്ടിപ്പ് നടത്തിയത്. ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ അതേ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് അതിലൂടെ പലതവണ പണം നിക്ഷേപമായി സ്വീകരിച്ചു. ലാഭം വർദ്ധിക്കുന്നതായി ആപ്ലിക്കേഷനിൽ കണ്ടതോടെ ഇരയായവർ കൂടുതൽ തുക നിക്ഷേപിക്കുകയായിരുന്നു. ഇങ്ങനെ കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശിക്ക് നഷ്ടമായത് 1,75,00,000-ലധികമാണ്. ഇയാളുടെ പരാതിയിലാണ് കൊല്ലം സിറ്റി സൈബർ പോലീസ് പ്രതികളെ പിടികൂടിയത്. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതികൾക്കെതിരെ സമാനമായ പരാതികൾ നിലവിലുള്ളതായി പോലീസ് കണ്ടെത്തി. ഒരു കമ്പനിയുടെ പേര് തുടങ്ങിയ ഒരു കറണ്ട് അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലോട്ടാണ് ഒരു 46 ലക്ഷം രൂപ, ഈ 1,75,00,000 ആ ക്യാഷിൽ നിന്ന് 46 ലക്ഷം രൂപയാണ് അതിൽ പോയിരിക്കുന്നത്. ആ കമ്പനിയുടെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടാണ്. അത് നമ്മൾ അതിന് ബേസ് ചെയ്തുള്ള അന്വേഷണത്തിലാണ് ഇവരിലോട്ട് എത്തിയത്. സമൂഹ മാധ്യമങ്ങൾ വഴി ഡ്രൈവർ ജോലിക്കായി ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയാണ് പാലക്കാട് ഷൊർണൂർ സ്വദേശി 27-കാരൻ വിഷ്ണു തട്ടിപ്പ് നടത്തിയത്. ജോലിക്കായി പരസ്യത്തിൽ കണ്ട നമ്പറിൽ വിളിക്കുന്നവരോട് മുൻകൂറായി രേഖകളും ഫീസിനത്തിൽ പണവും വാങ്ങും. തുക കൈക്കലാക്കിയ ശേഷം ബ്ലോക്ക് ചെയ്യുകയാണ് പതിവ്. തട്ടിപ്പ് തുടരുന്നതിനിടെയാണ് കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ ഇയാളെയും പോലീസ് പിടികൂടുന്നത്. അന്വേഷിച്ചിരുന്നപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തി ആഡ് നൽകി പൈസ ഇപ്പം തന്നെ ഒരു 6 മാസം കൊണ്ട് 6 ലക്ഷത്തോളം രൂപ അദ്ദേഹം കൈക്കലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഡ് എന്ന് പറയുന്നത് പിന്നെ ഈ 6 മാസത്തിൽ 25 ലക്ഷം പേരാണ് ഇത് കണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പരസ്യമാണ് അദ്ദേഹമായി ഈ ആഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നോവ കാറ്, സാലറി എല്ലാം അതിൽ പ്രത്യേകമായിട്ട് പറയുന്നു. വ്യാജ പരസ്യം നൽകി പ്രതി 8 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. ട്രേഡിംഗിലൂടെയും തൊഴിൽ വാഗ്ദാനത്തിലൂടെയുമുള്ള ഇരു തട്ടിപ്പുകളിലും കൂടുതൽ പരാതിക്കാരുണ്ടോയെന്ന് കൊല്ലം സിറ്റി സൈബർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, കൊല്ലം.